അപ്പൊ ഇപ്പൊ കുറെ റീൽസും ട്രെൻഡിങ്ങും ആയിട്ട് നിൽക്കുന്ന സിനിമയാണ് സെയ്യാര. അപ്പൊ തിയേറ്ററിൽ കുറെ പേര് കരയണതും തളർന്നു വീഴണതും ഡ്രിപ്പിട്ട് വന്ന് സിനിമ കാണുന്നതൊക്കെ കണ്ടിട്ട് എന്താ ഇപ്പൊ ഇതിന് മാത്രം ഈ സിനിമയിലുള്ളതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ പടത്തിന് പോകാൻ തീരുമാനിച്ചത്. അപ്പൊ എനിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഇറങ്ങിയ സമയത്ത് പോകാൻ പറ്റിയില്ല. ഇന്നാണ് ഇപ്പൊ ഇത് പോകാൻ പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന്റെ ഒരു ഒപ്പീനിയൻ, ഒരു ഓവറോൾ ഒപ്പീനിയൻ നിനക്ക് പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആദ്യം തന്നെ പറയാം. നീ ഞാൻ ഓരോ പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത് മോഹിത് സുരി എന്നുള്ളൊരു ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ വേറെ വർക്ക്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, ഇനി വേറെ വർക്ക്സ് ഉണ്ടോന്ന് അറിയില്ല. പിന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് അഹാൻ പാണ്ഡ്യയും അനീത് പഡ്ഡ എന്നുള്ളൊരു നടിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ അഹാൻ പാണ്ഡ്യന്റെ ഫസ്റ്റ് സിനിമയാണ് ഇൻട്രൊഡ്യൂസിങ് അഹാൻ പാണ്ഡ്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങിയത് തന്നെ. അപ്പോ പുതിയൊരു ആക്ടറാണ്, നല്ല ലുക്കൊക്കെ ഉള്ള ആക്ടറാണ്. പക്ഷെ എനിക്ക് ആക്ടിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അഹാൻ പാണ്ഡ്യന്റെ ആക്ടിങ്ങിൽ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രത്യേക തരം നോട്ടമുണ്ട്. എന്ത് ഇതുണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ നോട്ടം, പിന്നെ ആകെ അറിയണത് കുറച്ച് കടൽ വെള്ളം നിറച്ചുകൊണ്ടുള്ളൊരു വേറെ നോട്ടം. ഈ രണ്ട് നോട്ടമാണ് ഈ പടത്തിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയുടെ മറ്റ് ഇതൊക്കെ പറയുന്നതിന് മുന്നേ, ഒരു നെഗറ്റീവ്സ് പറയുന്നതിന് മുന്നേ ഞാൻ ഒറ്റ ഈ പടത്തിൽ കണ്ടൊരു പോസിറ്റീവ്, ബാക്കി ഇപ്പൊ ഈ സിനിമാറ്റോഗ്രാഫി ഒക്കെ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഒക്കെ നല്ലതായിരുന്നു. നല്ല മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. എന്ന് വെച്ചാൽ എടുത്തു വെച്ച രീതി, ഷോർട്സ് എടുത്ത രീതി ഞാൻ പറയണത്, അല്ലാണ്ട് ഇതിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊന്നുമല്ല, ഷോർട്സ് എടുത്ത രീതി. അപ്പൊ സിനിമയുടെ മറ്റ് നെഗറ്റീവ്സ് പറയുന്നതിന് മുൻപ് ഞാൻ ഇതില് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതും അല്ലെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് ഓക്കെ ആയി തോന്നിയതും, ഞാൻ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു ആ ഒരു ഏരിയയിൽ എന്ന് തോന്നിയ ഏരിയയാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന് എടുത്ത് വരാതെ വയ്യ, കാരണം അടിപൊളി മ്യൂസിക് ആയിരുന്നു. ഞാൻ അവരുടെ പേര് പറയാം, കുറച്ച് പേരുണ്ട്, ഒരാൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ പേര് നോക്കി വായിക്കുകയാണ്. ഒന്ന് മിഥുൻ, അതുപോലെ തൻഷിക് ബാഗ്ചി, സാജത് പരമ്പര, ഋഷഭ് കന്ത്, വിശാൽ മിശ്ര, ഫഹീം അബ്ദുള്ള, അർസ്ലാൻ നിസാമി. ആൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത് ജോൺ സ്റ്റുവാർട്ട് എഡൂരിയാണ്. അപ്പൊ ഇതിൽ ഈ ഫഹീം അബ്ദുള്ള ആണ് ഇതിൽ സെയ്യാര എന്നുള്ള ആ പാട്ട് പാടിയിട്ടുള്ളത്. കിട്ടിലനായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ഫീലായിരുന്നു. ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തിയേറ്ററിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ അർജിത് സിംഗ് പാടിയിട്ടുണ്ട്, അതുപോലെ ശ്രേയ ഘോഷാൽ പാടിയിട്ടുണ്ട്. സെയ്യാരന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ട്, യൂട്യൂബിലൊക്കെ കേട്ടു നോക്കാം. അതൊക്കെ കിഡിലായിരുന്നു. ആ ഒരു പാട്ടിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, നോ കമന്റ്സ് ആണ്, അത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഈ സ്റ്റോറി വളരെ എന്താ പറയാ ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി. എന്ന് വെച്ചാൽ സാധാരണ ബോളിവുഡിൽ ഉണ്ടാവുന്ന ഒരു ലവ് സ്റ്റോറി സിനിമ എങ്ങനെയാണോ അങ്ങനെ തന്നെ. തുടക്കം കണ്ട സമയത്ത് ഈ ഒരു ആഷിക് 2 ഒക്കെ, ആഷിക് 2 ഒക്കെ ഒരു സിമിലാരിറ്റി തോന്നി. അപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സനം തേരി കസമിന്റെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തുടക്കം സ്റ്റൈലൊക്കെ ഒരു ആഷിക് 2 ലെവലിൽ ഇങ്ങനെ പോയി, പിന്നെ അതങ്ങനെ അതൊന്നും മാറിയിട്ടോ, ആ ട്രാക്കല്ല തോട്ട് പോയത്. ഞാൻ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ പോലും എവിടേക്കോ കണ്ടു മറന്നിട്ടുള്ള ബോളിവുഡ് ചിത്രങ്ങൾ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കയറി വന്ന പോലെ ഫീൽ ചെയ്തു. ഇതൊക്കെ പോട്ടെ, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡ്രാമ കാണിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് ശരിക്കും ഒരു പടത്തില്. ഡ്രാമ വേണം, സിനിമകൾ ചിലപ്പോൾ സിനിമകളൊക്കെ കുറച്ച് ഡ്രാമ വേണം, പക്ഷെ അതിന്റെ പരിധി ഉണ്ട്. ആ പരിധി വിട്ട പോലെ തോന്നി പല സീനുകളും. ഒരു ഇമോഷണൽ ഇമോഷണലി കണക്ട് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ എന്ത് കൂതറ സാധനമാണ് എന്നുള്ള തോന്നുന്ന രീതിക്കുള്ള സീനുകളായിരുന്നു പല സീനുകളും. ഇപ്പത്തെ ഭാഷയിൽ പറഞ്ഞ ക്രിഞ്ച്, പക്കാ ക്രിഞ്ച്. അല്ലാതെ അതിനെ കുറിച്ച് വേറെ വേർഡ് യൂസ് ചെയ്യല്ല ഒരു കാര്യത്തെ കുറിച്ച് പറയാന്. ഇതായിരുന്നു പല സീനുകളും ക്രിഞ്ച് ആയിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോഴാണ് കുറച്ച് നല്ല സീനുകൾ ഉണ്ടായിരുന്നത് ഈ ഒരു ക്ലൈമാക്സ് അടുത്തോണ്ടുന്ന സമയത്ത്. ആൻഡ് കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രണയം പൊട്ടിയിട്ടുള്ള ഒരു നായിക തുടക്കം, പിന്നെ നേരെ ജീവിതത്തിൽ ഈ പ്രണയമൊക്കെ പോയി പിന്നെ ഒരു റിക്കവറി സ്റ്റേജൊക്കെ ഒരു 6 മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ബാഡ് ആസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ആംഗ്രി ഫ്രസ്ട്രേറ്റഡ് യങ് മാൻ, ഒരു ഭയങ്കര മനസ്സിലായില്ല, ഒരു അവിടെ ഈ കബീർ സിംഗിന്റെ ഒക്കെ ഒരു ടച്ച് അത് കുറച്ച്, അതുപോലെ കുറച്ച് ഭാഗത്ത് കബീർ സിംഗിന്റെ കുറച്ച് സീനുകളും പോലത്തെ കോപ്പി അടിച്ച സീനുകളും കുറച്ചുണ്ടായിരുന്നു. കുറച്ച് ഭാഗത്ത് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ കേട്ട് ഞാൻ കുറെ കോപ്പി അടിച്ചു എന്നല്ല പറയുന്നത്, ഇൻസ്പയർഡ് അങ്ങനെ പറയാം, ഞാൻ ഇൻസ്പയർഡ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ അവിടെ ആംഗ്രി യങ് മാൻ ആയിട്ടുള്ള ചങ്ങായി, അവന്റെ ആങ്കർനെസ് ഒക്കെ അത്ര വലിയ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ആംഗ്രി യങ് മാൻ. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര ഒരു മ്യൂസീഷ്യനാണ്, അങ്ങനെ ഭയങ്കര പോവർട്ടിയാണ്. പോവർട്ടി ആണെങ്കിലും ഭയങ്കര പോവർട്ടിയാണ്, മറ്റേ അച്ഛൻ കള്ളുടിച്ചിറക്കാണ്. പക്ഷെ കയ്യിൽ നല്ല കിടില ഐഫോണും മറ്റേ കിടിലം ബൈക്കും നല്ല റെസിഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇനി അറിയില്ല, ഫ്രണ്ട്സിന്റെ വണ്ടി ഉപയോഗിക്കുന്നത് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. അത് എന്താ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, പോവർട്ടി ആയിട്ട്. ഇപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആവാൻ ഇറങ്ങാവുന്ന ഒരു നായകനായിട്ടാണ് കാണുന്നത്. ഇതിൽ നായകന്റെ പേര് ക്രിഷ് കപൂർ എന്നാണ് പേര്. അതുപോലെ ഇതിൽ നായിക വാണി ഭരത് എന്നാണ് ഈ സിനിമയിലെ പേര്.
അങ്ങനെ ഈ കൃഷ് കപൂറിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തെ എല്ലാവർക്കും പുള്ളിക്കാരുടെ പേരറിയണം, എല്ലാവരും പുള്ളിക്കാരന് വേണ്ടി ക്രേസി ആയിട്ട് ഇങ്ങനെ കരഞ്ഞങ്ങാണ്ട് പേര് വിളിക്കണം. നമ്മൾ ഈ ഒരു ഫാനിസം വന്നിട്ട് ഇങ്ങനെ ഉച്ചമുടി ഉണ്ടാക്കൂല, അതുപോലെ ആവണം എന്നാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ച് നടന്ന് അയാൾക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ദിവസം ഈ പെണ്ണ് നല്ലോണം ഡയറി എഴുതും, നായിക ആണിവരത്. ആ ഡയറി ഒരു സീനില് കൈ കിട്ടുന്നു. അതിൽ കുറെ മറ്റേ പാട്ടുകളെ വരികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പണ്ട് പ്രണയിച്ച കാലത്ത് എഴുതിയ വരികൾ. പിന്നെ അത് കണ്ടിട്ട് അവന് ഇഷ്ടാവുന്നു. പിന്നെ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് രണ്ടാമതും കൂടി ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അവിടെ വെച്ചിട്ട് ഈ ഒരു വരികൾ ഇവ പാടുന്നു. അങ്ങനെ ഇവന്റെ ലിറിസിസ്റ്റ് ആയിട്ട് എടുക്കുന്നു. പിന്നെ അവര് പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവിടെ വെച്ചവര് ഇഷ്ടാവുന്നു. അങ്ങനെ ഒരു പ്രണയത്തിലാവുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവള് അൽഷിമേഴ്സ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാണ്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോണത്. അൽഷിമേഴ്സ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ അവന്റെ കരിയർ അവൻ എങ്ങനെ കൊണ്ടുപോകുന്നു, ഇവനെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ബാക്കി കഥ. ഞാൻ വിചാരിച്ചിങ്ങനെ ക്ലൈമാക്സ് കണ്ടിട്ടാണല്ലോ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ കടന്നു ഉരുണ്ട് ഗ്ലൂക്കോസൊക്കെ കുത്തി നടന്നത്. എന്താണ് ആ ക്ലൈമാക്സ് ഇങ്ങനെ കരയാൻ മാത്രം എനിക്ക് മനസ്സിലായില്ല. ഉള്ള കാര്യം പറയാല്ല, ഞാനിപ്പോ ഇതിനേക്കാൾ എഫക്റ്റീവ് എത്ര പടങ്ങളുണ്ട് ഇങ്ങനെ കരയാൻ മാത്രം. ഞാൻ തന്നെ ഇത്രയും വാച്ചബിളാണ് കേട്ടോ. അതിങ്ങനെ ക്രിഞ്ചടിച്ച് ഇങ്ങനെ അടങ്ങാറാവണം പറഞ്ഞല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ 206 കോടി അടിച്ചു എന്നപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോ കണ്ടത്. എന്തിന് ഇത്ര ആൾക്കാർ ഇതിന് ഒരു ഹൈപ്പ് കൊടുത്തത് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ റീസെന്റ് ആയിട്ട് ചില അർഹതപ്പെടാത്ത പടങ്ങൾ വിജയിക്കണ കാണുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, മെജോറിറ്റി ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെന്റെ ഒപ്പീനിയൻ മാത്രമേ എടുക്കാട്ടോ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ ഇപ്പോ ഡിസംബറിൽ തന്നെ നമ്മളെ മാർക്കും റൈഫിൾ ക്ലബ്ബും ഇറങ്ങിയ സമയത്ത് റൈഫിൾ ക്ലബിലേക്കാളും ആൾക്കാർ പോയത് മാർക്കൊക്കെയാണ്. പേഴ്സണലി എനിക്ക് മാർക്കോ വർക്കാവാത്തൊരു സിനിമയാണ്. റൈഫിൾ ക്ലബ്ബാണ് എനിക്ക് വർക്കായ പടം. കാരണം അതാണ് കുറച്ചും കൂടി ഒരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിലും അത്യാവശ്യം ക്വാളിറ്റി സ്റ്റാൻഡിൽ എടുത്ത പടമായിട്ട് പോലും അർഹതപ്പെട്ട വിജയം കിട്ടിയില്ല. നേരെ മറിച്ച് മാർക്കോ ഒരു മലയാളത്തിൽ തെലുങ്കിനുണ്ടായ കൊച്ചു പോലെ സാധനമായിരുന്നു, അല്ലെങ്കിൽ കന്നഡയ്ക്ക് ഉണ്ടായ കൊച്ചു പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഇനിയിപ്പോ ഇത് എത്ര പേർക്ക് നിന്നോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ കുറ്റം പറഞ്ഞാൽ എനിക്കൊന്നും പറയില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് എങ്ങനെ നിങ്ങൾക്ക് പറ്റിയെന്ന് മനസ്സിലാവില്ല. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണെങ്കിൽ പോലും അതിന്റെ എനിക്ക് ആ സ്റ്റോറി കൊണ്ട രീതിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അത് പോട്ടെ. അങ്ങനെ അപ്പൊ ഇപ്പത്തെ ആൾക്കാരെ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാനാണ് അപ്പൊ അത് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഈ പടം ഇത്ര വലിയ അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളത് നോ ഐഡിയ. എന്റെ ഒപ്പീനിയനിൽ എനിക്ക് തിയേറ്ററിൽ പോകണമെന്നേ പറയുള്ളൂ. ആ പാട്ട് വേണമെങ്കിൽ യൂട്യൂബിൽ നല്ല സ്പീക്കറൊക്കെ ഇട്ടിട്ട് നല്ല ജെബിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നല്ല കേൾക്കുക, വേണമെങ്കിൽ നല്ല രസമാണ്. അല്ലാണ്ട് ഈ പടത്തിന് നിങ്ങൾ പോയിട്ട് പൈസ കളയരുത് എന്നേ ഞാൻ പറയുള്ളൂ. വേണമെങ്കിൽ പോയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടാ. ഞാൻ ഈ പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് പോയി കണ്ടു നോക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടും. എന്റെ ഇതിനു മുന്നത്തെ റിവ്യൂസ് കണ്ടവർക്ക് എന്റെ റിവ്യൂസിനോട് യോജിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോ കാണേണ്ടവർക്ക് കാണാം, കാണണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇനി കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമ്പോസ്റ്റ് അറിയിക്കാം. എനിക്ക് അറിയണം ആർക്കൊക്കെ എത്രയൊക്കെ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്താ ഇതിന്റെ ഒപ്പീനിയൻ എന്നുള്ളത്. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.